ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. ബാക്കിയുള്ളവ റവന്യൂ വകുപ്പ് പൊളിക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലുണ്ട്. പ്രിൻസ് പി ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, അവിടെ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പന്നിയാർ പുഴയോരത്തുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇവിടെയുള്ള വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അടക്കമുള്ള കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള പന്നിയാർ പുഴയോരത്തെ കെട്ടിടങ്ങൾ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. അതിനെ തുടർന്ന് റവന്യൂ അധികൃതർ അന്ന് നടപടികൾ ആരംഭിക്കുകയും വ്യാപാരികളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്ന് 88 വ്യാപാരികളെയാണ് ഇവിടെ നിന്നും ഒഴിപ്പിച്ചത്. പന്നിയാർ പുഴയോട് ചേർന്ന് കെട്ടിടങ്ങൾ നിർമ്മിച്ച് വ്യാപാരം നടത്തിയിരുന്ന 88 വ്യാപാരികളെ അന്ന് ഒഴിപ്പിച്ചിരുന്നു. അതിനുശേഷം നിലവിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളോട് താൽക്കാലികമായി അവിടെ തുടരാൻ അനുവദിച്ചിരുന്നു. അങ്ങനെ 29-30ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവർക്ക് മാറിപ്പോകുന്നതിന് പല തവണ സമയം നൽകിയെങ്കിലും ഇവരാരും മാറാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നോട്ടീസ് ഒട്ടിച്ചിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ മാറിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അന്നും നടപടികൾ നാട്ടുകാർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിലും വൈദ്യുതി വകുപ്പും എത്തി ഇവിടുത്തെ വൈദ്യുതി കണക്ഷനുകളൊക്കെ വിച്ഛേദിക്കാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. ഇതോടെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചയോടെ തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി റവന്യൂ അധികൃതർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് റവന്യൂ സംഘം എത്തിയിരിക്കുന്നത്. ഒപ്പം 3 എസ്.പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹവും ഇവിടെയുണ്ട്. ചന്ദൻപാറ ഗ്രാമപഞ്ചായത്തിൽ ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ കണക്കിലെടുത്തുകൊണ്ട് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 500ഓളം പോലീസുകാരെയാണ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. വലിയ പോലീസ് സേനയുടെ പ്രൊട്ടക്ഷനിലാണ് നിലവിൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങൾ സ്വമേധയാ ഒഴിഞ്ഞു പോകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ വസ്തുക്കളൊക്കെ നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള അല്ലാത്ത കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ പൂർണ്ണമായും പുഴയോരത്തെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്നാൽ റവന്യൂ വകുപ്പ് പറയുന്നത് ഇവിടെ ഏകദേശം 10 കുടുംബങ്ങൾക്ക് മാത്രമാണ് മറ്റ് ഭൂമിയും വീടും ഇല്ലാത്ത എന്നതാണ്. എന്നാൽ ഈ മേഖലയിലെ മറ്റു കുടുംബങ്ങളിൽ പലരും ആക്ഷൻ കൗൺസിലൊക്കെ അടക്കം പറയുന്നത് മിക്കവർക്കും വീടില്ല എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ 10 കുടുംബങ്ങൾക്ക് മാത്രമാണ് വീടോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തതെന്നാണ്. മുൻപ് വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ചപ്പോൾ ഇവർക്ക് പകരം സംവിധാനം ഒരുക്കുമെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിരുന്നു. അതായത് പൂപ്പാറ ടൗണിനോട് ചേർന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വ്യാപാരികളെ അവിടേക്ക് പുനരധിവസിക്കുമെന്നുള്ള ഉറപ്പ് അന്നുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നടപടികൾ ഈ ഒഴിപ്പിക്കൽ നടപടി പൂർത്തീകരിച്ച് വ്യാപാരികളെ ഒഴിപ്പിച്ച് 2 വർഷത്തോളം പിന്നിട്ടിട്ടും അത്തരത്തിലുള്ള നടപടികളിലേക്ക് എത്തിയിട്ടില്ല. ഇവരെ വ്യാപാരികളെ പുനരധിവസിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടില്ല. 88ഓളം വ്യാപാരികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മേഖല തൊഴിൽ ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം തൊഴിലും വരുമാന മാർഗവും ഒക്കെ അടഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ 2 വർഷത്തോളമായിട്ടും ഈ നടപടികൾ പൂർത്തീകരിക്കാത്തത് വലിയ അമർഷത്തിനും ഇടവെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂർണ്ണമായും പുനരധിവാസം നടപ്പിലാക്കാതെ ഇപ്പോഴത്തെയുള്ള താമസക്കാരെയും കൂടി ഒഴിപ്പിക്കുന്നത്. അത് വലിയ പ്രതിഷേധത്തിനുണ്ട്. ശരി, പ്രിൻസ് പി ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.